നല്ല കുറയാണല്ലോ. ആഹാ കൊള്ളാം. ഒന്നുമില്ലടാ കയ്യിലൊന്നുമില്ല. എന്താ കുറച്ച് കുറച്ചെന്താ വരുന്ന എന്താ പരിപാടി? പുറകിലെന്താ പരിപാടി? എന്താ എന്താണ്? എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? ചേട്ടാ വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? ചായ വെള്ളം മതി. എൻ്റെ കയ്യിലെ വെള്ളം തീർന്നു. കയ്യിലെ വെള്ളം തീർന്നു. തണുത്ത്. ഓ ആ മല കയറാൻ അത്യാവശ്യം ഇരുന്നോട്ടെ. ആ അതൊന്ന് 20. ഇതെവിടെയാ ടിക്കറ്റ് കൗണ്ടർ? ആ 20 അല്ലേ പറഞ്ഞേ? നടന്നു വന്നാ ഞാൻ കുടിയാമ്പലന്ന് നടന്നു രാവിലെ. ആ ഒരാൾ കയറ്റിയായിരുന്നു. പുള്ളി ഇങ്ങോട്ട് എന്തെങ്കിലും തന്നെ കുഴപ്പമില്ല. ഒരാൾ ബൈക്കിൽ കയറ്റിയായിരുന്നു. ഞാൻ പിന്നെ പതുക്കെ നടന്നതാണ്. ഏതെങ്കിലും ആയി. എനിക്ക് പട്ടി കൊടുക്കാം. 10 രൂപയ്ക്ക് 2 ഉണ്ട്. ആ ശരി വാടാ. എടുക്ക് കഴിച്ചോളൂ. നീ എൻ്റെ പുറകെ വന്നല്ലേ? നീ എൻ്റെ പുറകെ വന്നല്ലേ? നീ വരുന്ന ട്രക്കിങ്ങിന്. രാവിലെ കണ്ട പട്ടിയുണ്ടോ? ഭക്ഷണം കൊടുത്തൊരു സ്നേഹമുണ്ട്. എന്നെ കൊണ്ടുവിടാൻ വന്നതാണ് കേട്ടോ. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എന്ന് നിങ്ങൾ വിചാരിക്കും. അതല്ല, എൻ്റെ കയ്യിലൊരു ഐസ്ക്രീം ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാ അല്ലടാ. നീ കഴിക്കൂലേ? ഇതെടുത്ത് കഴിക്കൂലേ? ഞാൻ പോവണേ എടാ. ഞാൻ പോവണേ കേട്ടാ. നിനക്ക് കിട്ടേണ്ട കിട്ടിയില്ലേ? അതുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പുറകെ ഓടി വന്നു കേട്ടോ. എവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് വരില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇല്ലടാ, അതാ വരുന്ന മെഡിക്കൽ. ആണോ പെണ്ണാണ് കേട്ടോ. ഈ ഭാഗത്തുള്ള ആരുടെ പട്ടിയാണ്. നിന്റെ മുമ്പിൽ ഓടിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇനി ഞാൻ കൊണ്ടുപോകില്ല കാസർഗോഡ് കേട്ടാ. കല്ല് തെറിപ്പിക്കണ്ട. ടാറ്റാ എടാ. ഇല്ല, തിരിച്ചു പോകും കേട്ടാ. കുറച്ച് ദൂരം എന്തായാലും എൻ്റെ പുറകെ ഉണ്ടാകും. അത് വരും, എന്തായാലും കുറച്ച് ദൂരം എൻ്റെ പുറകെ വരും.
ഭക്ഷണം കൊടുത്തതിൻ്റെ സ്നേഹപ്രകടനമാണ്. പട്ടീൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. എന്താ വരുന്നോ അത് കാണും, കുറച്ച് ദൂരം കാണും എന്തായാലും. പിന്നെ ഇപ്പം പൈതൽ മലയിൽ നിന്ന് താഴോട്ട് നടക്കുകയാണ് കേട്ടോ. ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഇനി നടക്കാനായിട്ട്. താഴെ പൊട്ടൻപ്ലാവ് എന്ന് പറയുന്ന സ്ഥലം, പൊട്ടൻപ്ലാവിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. 5 കിലോമീറ്റർ പൊരി വെയിലത്ത് ഒറ്റയ്ക്ക് നടക്കുകയാണ്. കൂടെ ആ പട്ടിയും. അത് രാവിലെ കൊടുത്ത ഭക്ഷണത്തിൻ്റെ സ്നേഹ പ്രകടനമാണ്. ഏയ് പട്ടി, എടാ നീ പോകുന്നില്ലേ? അതെനിക്കൊരു കൂട്ടായി വരിക വേണ്ട. എടാ എന്നെ മൈൻഡ് ചെയ്യടാ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കില്ലേ? ഏയ് എൻ്റെ പേരെന്താ? കുട്ടൂസാ? എന്ത് കുട്ടൂസൻ? അവൻ എനിക്കിങ്ങനെ വഴി കാണിച്ച്. നീ അവിടെ നിന്നോ, ഇനി വരണ്ട, പൊക്കോ പൊക്കോ. എവിടെ അവരും എന്നെ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഒരു കൂട്ടായി കേട്ടോ. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു കൂട്ടായി. അത് തിരിച്ച് സംസാരിക്കില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. ഞാൻ വിചാരിച്ചത് തിരിച്ചു പോകുന്നു. എവിടെ എന്താ വരുന്നു? നീ പോണില്ലേ? എടാ എന്ത് മനുഷ്യനാ, എന്ത് പട്ടിയടാ നീ? എടാ പോടാ, നിൻ്റെ വീട്ടിലേക്ക് പോടാ. ഞാനിവിടെ കുറച്ച് സമയം നിന്നാൽ ഇവന് നിൽക്കും. എന്താ പരിപാടി? ഇവനല്ല കേട്ടോ, ശരിക്കും ഇവളാണ്, പെൺപട്ടിയാണ്. നമ്മൾ ഏറ്റവും അവസാനം പോയ ആ വ്യൂ പോയിൻ്റ് ഇല്ലേ, ആ സൂസൈഡ് പോയിൻ്റ്, അത് ഇതാ അവിടെയാണ് കേട്ടോ. ആ വാച്ച് ടവർ ഉള്ളത് ഇതാ ഈ ഭാഗത്ത്. ഇവിടെയാണ് ആ സൂസൈഡ് പോയിൻ്റ്. അവിടെയാണ് അവർ ഫോറസ്റ്റുകാർ വേലിയൊക്കെ വെട്ടി മറച്ചിരിക്കുന്നത്. പൈതൽ മല ഇപ്പം നല്ല വെയിലാട്ടോ. അതിന് മേലെ ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയത് ഭാഗ്യമായി പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒന്നാമത്തെ അവർ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. 2 അവിടെ വെള്ളമുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ വെള്ളമുണ്ട്, വെള്ളത്തിന് കുറവൊന്നുമില്ല. ഭക്ഷണം കൊണ്ടുപോയത് നമ്മൾ ഇവിടുന്നാണ് കേട്ടോ നല്ല വ്യൂ. പക്ഷേ ഇവിടെ ഈ വേലി കെട്ടി അടച്ചിരിക്കുക, അതാ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. ഇതിനകത്ത് താമസം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഒരു വീടുണ്ട്. ആ സൂയിസൈഡ് പോയിൻറ്റും പിന്നെ ടവർ ഇവിടുന്ന് കാണുന്നില്ല കേട്ടോ. ടവർ കാണില്ല. തൊട്ടപ്പുറത്തുള്ള ആ മല ദേ നമ്മുടെ പൈതൽ മല. ദേ നമ്മുടെ പട്ടി. ദാ നീ പോകുന്നില്ലേ? കണ്ടില്ലേ പൈതൽ മല? ഇപ്പം നല്ല വെയിലായിരിക്കും കേട്ടോ അവിടെ. ഞാൻ നടന്നിങ്ങെത്തി കേട്ടോ. ദേ പട്ടി നമ്മുടെ മുമ്പിൽ പോകുന്നു. ഇത് നമ്മൾ രാവിലെ വന്ന വഴി കേട്ടോ. കണ്ടില്ലേ? അതേ വഴി തന്നെ തിരിച്ചിറങ്ങുകയാണ്. വെയിലാണെങ്കിൽ പോടാ. നീ എന്നെപ്പോലെ നടക്കാൻ പഠിച്ചിട്ടില്ല, നീ ട്രെക്ക് ചെയ്യാൻ പഠിച്ചിട്ടില്ല. പോ എടാ, പൊക്കോടാ. ഇല്ല കേട്ടോ, അതെന്തായാലും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ദേ നമ്മുടെ പട്ടി നേരെ മുകളിൽ പൈതൽ മല. ഇവൻ പോവില്ല കേട്ടാ. എടാ ഞാനിപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനി 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പൊട്ടൻപ്ലാവ് എത്തും. മിക്കവാറും ഇവ അങ്ങ് താഴെ കുടിയാൻ മല വരെ എൻ്റെ കൂടെ കാണും. നീ പോകുന്നുണ്ട് പൊക്കോട്ടോ. ഇല്ല അത് പോകില്ല, വേണ്ട. അത് എന്നോടൊരു ഇഷ്ടം കൂടുതൽ തോന്നി. പശുവിനൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പൈതൽ മലന്ന് 5 കിലോമീറ്റർ താഴെ പൊട്ടൻപ്ലാവ് ടൗണിലെത്തി, ജംഗ്ഷനിലെത്തി. എൻ്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ 5 കിലോമീറ്ററും ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇതേ നിങ്ങൾക്ക് അപ്പുറത്ത് ജംഗ്ഷൻ കാണാം. ഇവനിത് എൻ്റെ കൂടെ തന്നെ. ഇവൻ പോകാനുള്ള പരിപാടി ഇല്ല കേട്ടാ. നമ്മുടെ പട്ടി പോയേട്ടാ.
പൊട്ടംപ്ലാവ് വളപ്പ് അതിന് തൊട്ട് മുകളിൽ വരെ അതുണ്ടായിരുന്നു കേട്ടോ. അത് തിരിച്ചു പോയി പറഞ്ഞു കിട്ടും.